ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16, 18 മുതൽ 21 വരെയും 24 തിരുവചനങ്ങളാണ്. പിതാവേ, ഞാൻ പാപിയാണേ, എന്നിൽ കനിയണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു ദിവസം സന്തോഷപൂർവ്വം ആശംസിക്കുന്നു. ഞാൻ അടക്കമുള്ള മിക്ക മനുഷ്യരും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്തയിലാണ് ഇന്നും ജീവിക്കുന്നത്. ആ തോന്നലുകൾ തന്നെയാണ് മിക്ക മനുഷ്യരെയും സ്വതന്ത്രരായി ചിന്തിക്കുവാൻ സമ്മതിക്കാത്തതും. അതില്ലാത്തവൻ അവരുടേതായ ആകാശം കെട്ടിപ്പടുക്കുന്നു. അല്ലെങ്കിലും എപ്പോഴും ഭൂമിയിലേക്ക് മാത്രം നോക്കി നടക്കുന്നവരെങ്ങനെയാണ് മുകളിലെ ആകാശത്തെ കാണുക? ഇവിടെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമുക്കിന്ന് ധ്യാന വിഷയമാവുക. ജീവിതത്തിന് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത മനുഷ്യൻ ദൈവത്തിന് ഇടം കൊടുത്തതുകൊണ്ടാണ്, പ്രിയമുള്ളവരെ, അധികമൊന്നും നീണ്ടു നിൽക്കാത്ത ജീവിതമായിട്ടുകൂടെ, അധികമൊന്നും വാഴ്ത്തിപ്പുകഴ്ത്താത്ത ജീവിതമായിട്ടുകൂടെ സുവിശേഷത്തോളം ഈ മനുഷ്യൻ്റെ ജീവിതം സ്വർഗം വലുതാക്കിയത്. ജീവിതത്തിൽ പലതും മനസ്സിലാകാത്ത രീതിയിൽ സംഭവിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനിടയുണ്ട് എന്നുള്ള ഓർമ്മയിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ആ മനുഷ്യൻ തകർന്നു പോകുന്നില്ല. അങ്ങനെ കരുണയുള്ള ഒരു പുരുഷനും പ്രാർത്ഥനയുള്ള ഒരു സ്ത്രീയും കൂടി ചേർന്ന് അവരുടെ കുടുംബത്തെ പണിതുയർത്തുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉറക്കത്തിലും ഉണർവ് കാത്തുസൂക്ഷിച്ചു. ഒരാൾക്ക് പകരമാകാൻ ഇന്നേ വരെ മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. മറിയത്തിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലേക്ക് വിശുദ്ധ യൗസേപ്പ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എത്രമാത്രം കരുതലും ഭംഗിയുമുള്ള ഒരു തിരുക്കുടുംബമാണ് ഒരു മനുഷ്യൻ്റെ ഒറ്റ തീരുമാനത്തിലൂടെ പൂർത്തിയാവുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന് എൻ്റെ മേലുള്ള വിചാരവും എനിക്ക് ദൈവത്തിൻ്റെ മേലുള്ള വിചാരവും നമ്മുടെയൊക്കെ ജീവിതത്തെ വിശുദ്ധവും സുന്ദരവുമാകട്ടെ. പ്രസൻസ് ഈസ് ദ ബെസ്റ്റ് പ്രസൻറ്റ്. വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം തന്നെയായിരുന്നു, അധികമൊന്നും നീണ്ടു നിൽക്കാത്ത ജീവിതം തന്നെയായിരുന്നു ഉണ്ണീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു വലിയ പ്രസൻ്റായിട്ട് മാറിയത്. ആ മനുഷ്യൻ്റെ സാന്നിധ്യവും സഹജീവിതത്വവും എല്ലാം അവരെ അങ്ങനെ താങ്ങായും തണലായും കൊണ്ടു നടത്തി. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ ആകട്ടെ. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നുള്ള വിചാരത്തിൽ തളർന്നു പോകാത്ത നമ്മുടെയൊക്കെ ജീവിതവും മറ്റുള്ളവർക്ക് ഒരു പ്രസൻ്റായിട്ട് മാറട്ടെ. സ്വർഗത്തിൻ്റെ കൃപയുള്ള ഒരു പ്രസൻറ്റ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും ഏവർക്കും നേരുന്നു.